എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. നമ്മളത് കാണേണ്ട കാര്യമില്ല ശേഷം. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. നമ്മൾ വേറെ വഴിക്ക് പോകുന്നല്ലോ നല്ല. അല്ല, ഒരു 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 ചാൻസ് പ്ലീസ്. അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ അതിനകത്ത് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല. നിങ്ങൾ ചെയ്യാവുന്ന ദ്രോഹമല്ല എനിക്ക് ചെയ്തിട്ട്, പറയാവുന്ന കാര്യങ്ങളല്ല എനിക്കെതിരെ അതന്നെ പറഞ്ഞിട്ട്. അതന്നെ എനിക്കൊന്ന് കാണണമായിരുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അല്ല, നമ്മൾ ഒരിക്കൽ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? ശേഷം ഇങ്ങനെ കാലിൽ പിടിച്ചു വന്നിട്ട് എന്നെ ബാംഗ്ലൂർ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? അതെ, പക്ഷേ അതല്ലല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ. അല്ല, ഇന്നത്തെ ഞാനിപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആളല്ല. ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ്. ഞാൻ ഷർഷാദിന്റെ വഴിയിൽ വന്നിട്ടില്ല. ഷർഷാദ് എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നതിനെ മാക്സിമം ഞാൻ ചെയ്തു. അതിനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, എന്തോ ഒരു ദൈവമോശം കൊണ്ട് എന്തോ സംഭവിച്ചു. ഓക്കെ, അതിപ്പം എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കയറി വരും. അല്ല, എല്ലാവരുടെയും ലൈഫിൽ വരും. പക്ഷെ എന്നെ വേട്ടയാടാൻ വേണ്ടി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലല്ലോ ഷർഷാദ്, ഉണ്ടോ? അതെ രാജേഷ്, ഞാനിപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അല്ല, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല പെരുമാറുന്നത്. കഴിഞ്ഞ അവിടെ കണ്ടപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാനാണ് വന്ന് സംസാരിച്ചത് ആണല്ലോ ഷർഷാദ്. എന്താ പ്രശ്നം? ശേഷം കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. എനിക്കൊന്ന് കാണണം, അത്രേ. അല്ല, മനസ്സിലാക്കി ഇൻ ദ സെൻസ് എന്ത് മനസ്സിലാക്കി? നിങ്ങൾക്ക് പറയാനുള്ള സംസാരിച്ചു കഴിഞ്ഞാൽ ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അല്ല, മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര തെറ്റ്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഓക്കെ, അന്നത്തെ എന്റെ മെന്റാലിറ്റി സിറ്റുവേഷൻ അതായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എനിക്കെതിരെ പണിയാവുന്ന എല്ലാ പണിയും ചെയ്തു. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകളും എല്ലാത്തിനും കോപ്പി എന്തെങ്കിലും ഉണ്ട്. ശേഷം അതെ, ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേര് ചില ഘട്ടങ്ങളിലായി എന്റെ ബിസിനസ് തകർക്കാനും എന്റെ ബിസിനസ് പൊളിക്കാനും മാക്സിമം ട്രൈ ചെയ്തു. ശരിയാണോ അല്ലയോ? അത് തെറ്റാണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെന്നൈയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറയാം. ചെന്നൈയിൽ എടുത്താലില്ല. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകൾ, എനിക്കെതിരെ അയച്ച പല സാധനങ്ങൾ എല്ലാം നല്ല ഞാൻ പറഞ്ഞത്, അതിൽ പലതും എന്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രം എന്റെ അടുത്ത് പറയില്ല. അല്ല, ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു തെറ്റെന്റെ അടുത്ത് ഉണ്ട്. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോ അന്ന് ജയാനന്ദിന്റെ ഹോളിഡേ നോട്ടിൽ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്നത്തെ ഒരു അവസ്ഥയിൽ ഞാനൊരു കാര്യം ചോദിച്ചില്ല. ജയാനന്ദ് എന്നോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, അയാൾ എന്നെ കാണാൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊരു വിരോധമല്ല, നിങ്ങൾ കണ്ടോ? ഞാൻ അതിനകത്ത് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതോ നിങ്ങൾ എന്ത് സംസാരിച്ചു എന്നുള്ളതോ ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് എന്നോട് പറയേണ്ടി വല്ല കാര്യമുണ്ട് ഞാനത് പറയും. അതാണ് എന്റെ വിശ്വാസം. അത് ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ്. അല്ല, ഈ മനുഷ്യന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വരും. അത് പ്രശ്നങ്ങൾ പറഞ്ഞു മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ചാൻസുകൾ പലത് തന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ വന്ന് സംസാരിച്ചു. നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞു എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ. നിങ്ങൾ എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ പല പ്രമുഖരുടെയും പടം വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ പറ, എന്റെ അറിവിൽ നിങ്ങളാ ചെയ്തേ, അതിനറിയാം. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, അതൊക്കെയാണ് അത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഞാൻ നിങ്ങളൊന്ന് കാണണമെന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ സംസാരിക്കും. അത് എനിക്ക് ഓക്കെ ആണെങ്കിൽ കാണാം, എനിക്കില്ലെങ്കിൽ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെ സ്വസ്ഥമായി സന്തോഷമായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണണമെന്ന് പറയുന്നത് പിന്നെ എന്റെ ഫാമിലി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഓക്കെ, അതൊക്കെ ഞാൻ മറന്ന സംഭവങ്ങളാണ്. ശരി. എനിക്ക് ഞാനങ്ങനെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആളല്ല. നിങ്ങൾ നല്ലപോലെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ശത്രുക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഉപയോഗിച്ച ഒരേ നമ്പറാണ്. ഭാര്യയുടെ കുറിച്ച് പറയുന്നുണ്ട് ഞാനങ്ങ് മാറിപ്പോകും നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ടിയ രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇപ്പൊ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പെട്ടിട്ടുണ്ട് ഇല്ല എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നിങ്ങൾ എനിക്കെതിരെ ശ്രമിച്ചത്, നിങ്ങൾ എനിക്കെതിരെ ഈ സാധനങ്ങൾ പറഞ്ഞിട്ട് അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്മാറുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഇപ്പൊ മനസ്സിലായല്ലോ. എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം. എനിക്ക് അതിന്റെ പേരിൽ ഒരു ഡാമേജ് ഉണ്ടായിട്ടില്ല. ഇനി ബാക്കി പറ, ഇനിയത്തെ കാര്യം എന്താന്ന് പറയാം. ഫാമിലി വിഷയമല്ലെന്ന് പറഞ്ഞു. ഫൈൻ. എന്താണ് നിങ്ങൾ? അല്ല, എനിക്കൊന്ന് കാണണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി അല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള നിങ്ങൾക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള ബേസിക് സാധനം പറയും. അതിനകത്ത് കണ്ടിട്ട് കാര്യമുണ്ടോ വർത്തുണ്ടോ എന്നുള്ളത് ഞാനിവിടെ തീരുമാനിക്കേണ്ടതല്ലേ. കാരണം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ച് സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ബാംഗ്ലൂരിൽ അനുവദിച്ച് കാണാൻ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചെന്നൈയിൽ നിന്ന് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് വന്ന് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ കണ്ടേ. നിങ്ങളുടെ വിഷയം ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു.
അതിന്റെ അകത്തൊക്കെ ആ സംസാരത്തിന്റെ ശേഷമൊക്കെ നടന്ന ഗെയിമുകൾ സത്യം പലതും നിങ്ങൾ അറിയില്ല. അത് എനിക്ക് അത് എന്റെ ഭാഗത്തുള്ള സാധനങ്ങൾ നിങ്ങൾ കേൾക്കണം എന്താന്നുള്ളത്. എനിക്ക് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതിനകത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് വേണേൽ പറയാം. എനിക്ക് യാതൊരു വിരോധമില്ല. നിങ്ങൾക്ക് പറയുന്നത് ഞാൻ കേൾക്കാൻ റെഡിയാണ്. പക്ഷെ അതിനകത്ത് വർത്താണോ നോക്കാതെ ഞാൻ എന്തിനാ നിങ്ങളുടെ കഴിഞ്ഞാണോ നമ്മൾ തമ്മിൽ പിരിഞ്ഞറിയാമല്ലോ. എന്റെ മോതിരം ഇപ്പോഴും ചളുങ്ങിയിരിക്കുക. നിങ്ങളെ അടിക്കേണ്ട അടി ഞാൻ ടേബിളിൽ അടിച്ചതാ ഇപ്പോഴും ചളുങ്ങിയിരിക്കുക. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ വിജയകുമാർ എന്ന് പറയുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ വന്നിരുന്നാണ് സംസാരിച്ചത്. അന്ന് നിങ്ങൾ എന്നെ വട്ടം കറക്കാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ കൈയെടുത്ത് മാറിയിരുന്നു. എനിക്കെതിരെ എന്ത് കേസ്? എന്റെ കമ്പനി പൂട്ടുമെന്ന് പറഞ്ഞ മാസങ്ങളായല്ലോ, എന്നിട്ട് പൂട്ടിയോ ഷർഷാദെ? ഞാൻ കമ്പനി പൂട്ടുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പൂട്ടിക്കുന്നത്. ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പൂട്ടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞെന്ന്. അത് കൂടുതലാണോ? ഈ ഷാനവാസിന്റെ അടുത്തൊന്നും ഞാൻ പോയതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആര് പോയാലും ഷർഷാദെ നിങ്ങൾ പറഞ്ഞത് കോട്ട് ചെയ്തിട്ട് നിങ്ങൾ വിജയകുമാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ പൂട്ടിക്കുമെന്ന്, ഇല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. വിജയകുമാറിന്റെ മുമ്പിൽ പറയാലോ ഞാൻ എപ്പോ പറഞ്ഞ അയാളെ പൂട്ടിക്കുന്നുള്ളു. ആളല്ല ഞാൻ. നിങ്ങൾ സ്ഥാപനം പൂട്ടിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു. നിങ്ങൾ എനിക്കെതിരെ ഉള്ളത് ഏതാ FIRC ഏതാണ്ടിന്റെ എവിഡൻസ് ഉണ്ട്. ഞാൻ അവിടെ എന്താ എനിക്ക് അയച്ച മെസ്സേജിലുണ്ടല്ലോ. എന്താ നിതിൻ ഗഡ്കരി നിങ്ങളുടെ മടിയിരിക്കുന്ന ആളാണ്, എന്നാ നിർമ്മല സീതാരാമൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ്, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ പൂട്ടും എന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് എന്റെ ഉണ്ട്. നിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കും സിനിമ ഇറങ്ങിയാൽ എന്നും പറഞ്ഞുകൊണ്ട് അയച്ച വോയിസ് മെസ്സേജ് എന്റെ ഉണ്ട്. ഇതൊന്നും ഞാൻ ഒരിടത്തും കൊടുത്തിട്ടില്ല, ഞാനൊന്നും വെളി വിട്ടിട്ടില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ, ഞാനല്ല പറഞ്ഞേ. നിങ്ങൾ പറ, നിങ്ങൾക്ക് കാണണമെന്നുള്ള റീസൺ എന്താണ് കാര്യങ്ങൾ, അത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാധനമാണ്, നമ്മൾ സംസാരിക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഫാമിലി റിലേറ്റഡ് സാധനമല്ല. എനിക്ക് നിങ്ങളെ കാണണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഫാമിലി റിലേറ്റഡ് സബ്ജക്റ്റേ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ അടുത്ത്. അതൊക്കെ അത് ഇപ്പൊ ഒരു എക്സ്ട്രീമിസ്റ്റ് സ്റ്റെപ്പിൽ എത്തി നിൽക്കുകയാണ്. അത് ദൈവം എന്താ വിധിച്ചത് വരെ വരും. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തിനെ കുറിച്ചാണ്? ബിസിനസിനെ കുറിച്ചാണ് പിന്നെ സംസാരിക്കേണ്ടത്. എന്തിനെ കുറിച്ചാണ്? ബിസിനസ് ഞാൻ ജയാനന്ദിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് ജീവിതത്തിൽ ഇനി ഒരു ബിസിനസ് ചെയ്യുമെന്ന് ഷർഷാദെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ തമ്മിൽ ബിസിനസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ബിസിനസിന്റെ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ എങ്ങനെയാണോ പരിചയപ്പെട്ടത് ബിസിനസ് റിലേറ്റഡിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്, അത്രേ ഉള്ളൂ. ഞാൻ ബിസിനസ് എനിക്ക് നിങ്ങളുമായിട്ട് ഒന്നും ചെയ്യാനില്ല. വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനല്ല പറയുന്നത്. ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇവിടെ ഒരു സെറ്റപ്പും കമ്പനിയൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം. നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളതാണ് ആത്മാർത്ഥമായ എന്റെ ആഗ്രഹം. ഞാൻ നിങ്ങൾ പൊളിഞ്ഞോണമെന്നൊന്നും ആഗ്രഹിക്കത്തില്ല. നിങ്ങൾ ആരായാലും രക്ഷപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ രാജേഷ്, അത് ആ ഒരു തെറ്റിദ്ധാരണയൊക്കെയാണ് തീർത്തേണ്ടത്. ഞാൻ തെറ്റിദ്ധാരണ നിങ്ങൾ അയച്ച മെസ്സേജിന് നിങ്ങൾ തെറ്റിദ്ധാരണ എന്ന് പറയുമോ? നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമല്ല, വേറെ മൂന്നാമതൊരാൾ പറഞ്ഞല്ല. അപ്പൊ പിന്നെ നിങ്ങൾ തകർക്കും, ഇപ്പൊ പൊളിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ജീവിതത്തിൽ 1 രൂപയുടെ ഇല്ലീഗൽ സാധനം ചെയ്യാത്ത ഒരാളാണ്. എനിക്കത് അത്രയ്ക്ക് ഉറപ്പുള്ളതാണ്. ഞാൻ ഇങ്ങനെ തല ഉയർത്തി തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് എനിക്കതിനകത്ത് വേറെ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് എന്താ ഞാൻ ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഇല്ല. വേറെ എന്ത് കാര്യം സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത്രേ ഉള്ളൂ. ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ നമുക്ക് ഫോണിൽ സംസാരിച്ചാൽ പോരെ? എന്തിനാ നേരിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അല്ല, എന്തായാലും നിങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഒരു ഫോണിൽ സംസാരിക്കുന്നതിനെക്കാട്ടി ഒരു ഞാനിപ്പോ എയർപോർട്ടിലാണ്. ഞാനിപ്പോ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുക. ഇന്ന് കാണാൻ എന്തായാലും പറ്റില്ല. ഞാൻ വരുന്നുണ്ടല്ലോ അടുത്ത ദിവസം. ഓക്കെ, ഞാൻ ഇപ്പൊ എയർപോർട്ടിലാണുള്ളത്. എനിക്ക് ഫ്ലൈറ്റിന് ഞാൻ വെയിറ്റ് ചെയ്യാം.